നമ്മുടെ അച്ചാർ മൊത്തം റെഡി ആയിരിക്കുകയാണ്. ഈ അച്ചാർ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് മാത്രമുള്ളതാണ് അല്ലേ? ഗൈസ് നോക്കൂ, അതിന് മുമ്പ് 2-3 കാര്യങ്ങൾ പറയാം. അതായത് ഇതുപോലുള്ള എന്തത് അച്ചാർ കമ്പനിയാ. 5-6 കമ്പനിയാ? എന്നിട്ട് ഒരെണ്ണല്ലുള്ളൂ? 5-6 അച്ചാർ കമ്പനി. അച്ചാർ കമ്പനിയാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പീസാട്ടോ നോക്കിയേ. വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, എണ്ണയല്ല സൺഫ്ലവർ ഓയിൽ, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലെക്സ്, ഇത്രയും സാധനം ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അച്ചാറുമാണ്. അപ്പം ഈ 3 സാധനമാണ് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയതാണ്. അപ്പം ഇതാണ് നമ്മുടെ സാധനം. ഈ അച്ചാർ മേടിക്കുന്നവർക്ക് ഈ കാണുന്ന പിക്കിള് തികച്ചും സൗജന്യമാണ്. സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുക. ആരും പണം തരേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ, പണം തരേണ്ട കാര്യമില്ല. ഫ്രീ കടന്നു വരൂ. 900 ഗ്രാമിന് സൗജന്യമായിട്ട് 100 ഗ്രാം നാരങ്ങ അച്ചാർ ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇതേപോലത്തെ 1001 ടെക്നിക്കുകൾ. ഇതിന്റെ വില 150 രൂപയാണ്. പക്ഷേ ഇത് വെറും 10 രൂപയ്ക്ക് ഞാനോട് വിൽക്കുകയാണ്. മാത്രമല്ല ഇതോടൊപ്പം യുവ മഹാകവി ചന്ദ്രഹാസന്റെ അതിമനോഹരമായ കവിതാ സമാഹാരവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അച്ചാർ, അപ്പോൾ ഈ കാണുന്ന അച്ചാർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ്. അവനൊക്കെ നല്ല രുചി കാണും അല്ലേ? പിന്നെ ഇതിന്റെയൊക്കെ കളർ കാണുമ്പോ കഴിക്കാൻ തോന്നുക. കഴിക്കണം. എല്ലാവരും നിങ്ങൾ വാങ്ങിക്കണം. ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും നിങ്ങൾ നിരന്തരമായി മേടിച്ചാലും ആദ്യത്തെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മേടിക്കണം. ഞങ്ങൾ ഏറ്റുവാങ്ങാൻ വന്നട്ടെ. കടന്നു വരൂ. വിലക്ക് വിൽക്കുന്ന കണ്ടില്ലേ? ഏതോ താങ്കളുടെ വീട്ടിലെ കാരണവരാ വട്ട് പിടിക്കുന്ന തോന്നെ വേണ്ടി കോൺടാക്ട് ചെയ്യണം. പിന്നെ അതേപോലെ നീ വില പറഞ്ഞില്ല, വിലയാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. പറയൂ 2 രൂപ എത്രയായി? ഓ ഇത് 35 രൂപയെ. 35 ഒരു 10 രൂപ വരട്ടെ. 10. ഈ അച്ചാർ വാങ്ങുമ്പോൾ 1200 രൂപയുടെ അച്ചാർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരൂല. ഈ കാണുന്ന നാരങ്ങ അച്ചാർ ഫ്രീ. ഏറ്റുവാങ്ങുക. ആരും പണം തരേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ, പണം തരേണ്ട കാര്യമില്ല. ഫ്രീ കടന്നു വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരൂല. ഈ കാണുന്ന നാരങ്ങ അച്ചാർ ഫ്രീ. ഒഴിവാക്കി തരൂ പ്ലീസ്. മുതലാളി, വെറുതെ കൊടുക്കാവെന്ന് പറഞ്ഞിട്ട് പോലും ഈ എരണം കെട്ട കുണ്ടത്തിനെ ആർക്കും വേണ്ട. നമുക്ക് ഈ കച്ചവടമൊക്കെ നിർത്താം. ഇതിനെ മുതലാളിയുടെ പട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം.